ഹരി ഓം. 36-ാമത്തെ സ്തുതി ബ്രഹ്മസ്തുതി. ഇത് ഭാഗവതത്തിൽ 8-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 26 മുതൽ 50 വരെ ശ്ലോകങ്ങൾ. പരീക്ഷിത് രാജാവ് ശുകബ്രഹ്മ മഹർഷിയോട് ചോദിക്കുകയാണ്, ഭഗവാൻ പാലാഴിയെ എങ്ങനെ മഥിച്ചു? ഈ വലിയ പരിശ്രമം ആർക്കു വേണ്ടി ചെയ്തു? മന്ദരപർവ്വതം താങ്ങി നിർത്താൻ എന്തു കാരണം? എങ്ങനെ അമൃതം ലഭിച്ചു? ഭഗവാന്റെ കഥയെല്ലാം അദ്ഭുതം തന്നെ, എത്ര കേട്ടാലും മതിയാവില്ല. പരീക്ഷത്തിൻ്റെ ചോദ്യം കേട്ട് ശുകബ്രഹ്മർഷി ക്രമമായി ഭഗവത് കഥകൾ പറഞ്ഞു. ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. ദേവന്മാർ അനവധി ചത്തുവീണു. ദുർവാസാവ് മഹർഷിയുടെ ശാപം നിമിത്തം ദേവേന്ദ്രനും പ്രജകളും ശ്രീയില്ലാത്തതായി ഭവിച്ചു. യാഗാദി കർമ്മങ്ങൾ സർവത്ര മുടങ്ങി. ദേവന്മാർ കൂടി ആലോചിച്ച് ഇതിനൊരു പരിഹാരം കാണാതെ കുഴങ്ങി. ദേവന്മാർ ബ്രഹ്മാവിനെ കണ്ട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഭഗവാനെ തന്നെ മനനം ചെയ്തു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാനും മഹേശനും നിങ്ങളും കൂടി വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കണം. അമർത്യപ്രിയനായ അദ്ദേഹം നമുക്ക് സുഖമേകി അനുഗ്രഹിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവന്മാരെല്ലാവരുമൊത്ത് സാക്ഷാൽ വൈകുണ്ഠത്തിൽ ചെന്ന് മാനസേന്ദ്രിയങ്ങളെ അടക്കി ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു. നമുക്ക് ബ്രഹ്മസ്തുതി കേൾക്കാം. ബ്രഹ്മോവാച അവിക്രയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കളമപ്രതർക്യം മനോഗ്രയാനം വചസാ നിരുക്തം നമാമഹേ ദേവവരം വരേണ്യം. വിപശ്ചിതം പ്രാണമനോധിയാത്മനാ അർത്ഥേന്ദ്രിയാഭാസമനിന്ദ്രമവ്രണം ഛായാതപോ യത്ര ന ഗൃദ്രപക്ഷോ തമക്ഷരം ഖം ത്രിയുഗം വ്രജാമഹേ. അജസ്യ ചക്രം ത്വജയോ ഏര്യമാണം മനോമയം പഞ്ചദശാരമാശു തൃണാഭിവിദ്യുച്ഛലമഷ്ടനേമി യദക്ഷമാഹുസ്തമൃതം പ്രപദ്യേ. യ ഏകവർണം തമസഃ പരം തത് അലോകമവ്യക്തമനന്തപാരം ആസാഞ്ചകാരോപസുവർണമേനമുപാസത്തെ യോഗരഥേന ധീരാ. ന യസ്യ കശ്ചാദിതി തർത്തിമായാം യയാജനോ മുഹ്യതി വേദനാർത്ഥം തം നിർജിതാത്മാത്മഗുണം പരേശ നമാമഭൂതേഷു സമം ചരന്തം. ഇമേ വയം യത്പ്രിയൈവ തന്വാ സത്വേന സൃഷ്ടാ ബഹിരന്തരാവി ഗതിം ന സൂക്ഷ്മാമൃഷയശ്ച വിദ്മഹേ കുതോസുരാദ്യാ ഇതരപ്രധാന. പാദോ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗ സ വൈ മഹാപൂരുഷാത്മതന്ത്ര പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. അംഭസ്തു യദ്വേദ ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്ത്യുതവർത്തമാന ലോകാസ്ത്രയോധാഖില ലോകപാല പ്രസീദതാം ബ്രഹ്മമഹാവിഭൂതി. സോമം മനോ യസ്യ സമാമനന്തി ദിവൗകസാം വൈ ബലമന്ധായു ഈശോ നഗാനാം പ്രജനപ്രജാനാം പ്രസീദതാം നഃ സമഹാവിഭൂതി. അഗ്നിർമുഖം യസ്യ തു ജാതവേദാ ജാതക്രിയാകാണ്ഡനിമിത്തജന്മ അന്തഃ സമുദ്രേനുപചൻ സ്വധാതൂൻ പ്രസീദതാം നഃ സമഹാവിഭൂതി. യച്ചക്ഷുരാസീത്തരണിർദേവയാനം ത്രയീമയോ ബ്രഹ്മണ ഏഷ ധിഷ്ണ്യം ദ്വാരം ച മുക്തേരമൃതം ച മൃത്യു പ്രസീദതാം നഃ സമഹാവിഭൂതി. പ്രാണാദഭൂയസ്യ ചരാചരാണാം പ്രാണഃ സഹോ ബലമോജശ്ച വായു അന്വാസ്മസമ്രാജമിവാനുഗാവയം പ്രസീദതാം നഃ സമഹാവിഭൂതി. ശ്രോത്രാദിശോ യസ്യ ഹൃദശ്ച ഖാനി പ്രജജ്ഞിരേഖം പുരുഷസ്യ നാഭ്യാ പ്രാണേന്ദ്രിയാത്മാസു ശരീരകേതം
പ്രസീദതാം നഃ സമഹാവിഭൂതി. ബലാന്മഹേന്ദ്രസ്ത്രിദശാ പ്രസാദാത് മന്യോർഗിരീശോ ധിഷണാദ് വിരിഞ്ച. ഖേഭ്യശ്ച ചന്ദാംസ്യ ഋഷയോ മേഢ്രതക്ക പ്രസീദതാം നഃ സമഹാവിഭൂതി. ശ്രീർവക്ഷസപിതരഛായയാസൻ ധർമ്മസ്തനാദിതരപൃഷ്ഠതോ അഭൂത്. ദൗര്യസ്യ ശീർഷ്ണോപ്സരസോ വിഹാരാത് പ്രസീദതാം നഃ സമഹാവിഭൂതി. വിപ്രോ മുഖം ബ്രഹ്മചയസ്യ ഗുഹ്യം രാജന്യാസീത് ഭുജയോർബലം ച. ഊർവോർവിഢോ ജോഘ്രിരവേദശൂദ്രോ പ്രസീദതാം നഃ സമഹാവിഭൂതി. ലോഭോധരാത് പ്രീതിരുപര്യഭൂദ്യുതിർ നസ്തപശവ്യ സ്പർശേന കാമ. ഭൂവോർയമപക്ഷ്മഭവസ്തു കാല പ്രസീദതാം നഃ സമഹാവിഭൂതി. ദ്രവ്യം വയഃകർമ്മഗുണാൻ വിശേഷം യദ്യോഗമായാ വിഹിതാൻ വദന്തി. യദ്ദുർവിഭാവ്യം പ്രബുധാപവാഥം പ്രസീദതാം നഃ സമഹാവിഭൂതി. നമോസ്തു തസ്മാ ഉപശാന്തശക്തയേ സ്വാരാജ്യലാഭപ്രതിപൂരിതാത്മനെ. ഗുണേഷു മായാരചിതേഷു വൃത്തിഭിർന സജ്ജമാനായ നഭസ്വദൂതയേ. സത്വം നോ ദർശയാത്മാനം അസ്മത്കരണഗോചരം പ്രപന്നാനം ദിദൃക്ഷൂണാം സസ്മിതം തേ മുഖാംബുജം. തൈസ്തൈ സ്വേച്ഛാധൃതൈരൂപൈ കാലേ കാലേ സ്വയം വിഭോ കർമ്മദുർവിഷഹം യന്നോ ഭഗവാൻസ്തത്കരോതി. ക്ലേശഭൂര്യൽപസാരാണി കർമാണി വിഫലാനി വ ദേഹിനാം വിഷയാർത്ഥാനാം ന തദൈവാർപ്പിതം ത്വയി. നാവമകർമ്മകൽപ്പോപി വിഫലായേശ്വരാർപ്പിത. കൽപ്പതേ പുരുഷസ്യൈഷാ സഹ്യാത്മാ ദയിതോഹിത. യഥാ ഹി സ്കന്ദശാഖാനാം തരോർമൂലാവസേചനം ഏവമാരാധനം വിഷ്ണു സർവേഷാമാത്മനശ്ച ഹി. നമസ്തുഭ്യമനന്തായ ദുർവിതർക്യാത്മകർമ്മണേ നിർഗുണായ ഗുണേശായ സത്വസ്ഥായ ച സാമ്പ്രതം. ആദ്യന്തഹീനനും നിർവികാരനും സത്യസ്വരൂപനും മനോവാക്കുകൾക്ക് അവിഷയമായതിനാൽ അഗോചരനും സർവന്തര്യാമിയും സർവാശ്രയണീയനുമായ അങ്ങേക്ക് നമസ്കാരം. പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയ്ക്കെല്ലാം സാക്ഷിയും അർത്ഥേന്ദ്രിയങ്ങളായിട്ട് പ്രകാശിക്കുന്നവനും നിദ്രാശരീരരഹിതനും ജീവനിലുള്ള വിദ്യ അവിദ്യ ഇവ രണ്ടുമില്ലാത്തവനും ആകാശം പോലെ വ്യാപകനും 3 യുഗത്തിലും അവതരിക്കുന്നവനുമായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. യാതൊന്നുകൊണ്ട് ജനം മോഹത്തിൽപ്പെടുന്നു, അതുകൊണ്ടുതന്നെ ആത്മതത്വം അറിയാതിരിക്കുകയും ചെയ്യുന്നു. ആരുടെ സർവശക്തമായ യോഗമായ ആർക്കും അറിയാൻ കഴിയുന്നില്ല. ശക്തിസ്വരൂപിണിയായ മായയെയും അതിൻ്റെ ഗുണങ്ങളെയും ജയിച്ച് സർവഭൂതങ്ങളിലും സമമായി വർത്തിക്കുന്ന പരാൽപരനായ അങ്ങേക്ക് നമസ്കാരം. ലക്ഷ്മീദേവി യാതൊരാളുടെ വക്ഷസ്സിൽ നിന്നും പിതൃക്കൾ ഛായയിൽ നിന്നും ഉണ്ടായി, ധർമ്മം സ്തനത്തിൽ നിന്നും അധർമ്മം പൃഷ്ഠത്തിൽ നിന്നും ഭവിച്ചു, ദ്യോവ് ശിരസിൽ നിന്നും അപ്സരസുകൾ ക്രീഡയിൽ നിന്നും ഉയിർക്കൊണ്ടു ആ മഹാവിഭൂതിയായ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കുമാറാകട്ടെ. വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നനക്കുന്നത് എപ്രകാരം തടിക്കും കൊമ്പുകൾക്കും പുഷ്ടി കൊടുക്കുന്നുവോ അപ്രകാരം സർവാത്മാവായ ഭഗവാന്റെ ആരാധന സർവരുടെയും ആത്മാവിൻ്റെ ആരാധനമാകുന്നു. അനന്തനും അചിന്ത്യകർമാവും നിർഗുണനും ഗുണനിയന്താവും ഇപ്പോൾ ലോകപരിപാലനത്തിന് സത്വത്തെ ഉപാധിയായി സ്വീകരിച്ചവനുമായ അങ്ങേക്ക് നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.